ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രധാനമായൊരു കാര്യം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മുഖം എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ ആകൃതി, ഘടന എന്നിവയിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റശീലങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറുതായിട്ടുള്ളൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷണശാസ്ത്രം അനുസരിച്ച് ശിരസ്സും മുഖവും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ശിരസ്സാണ് മുഖത്തിന് രൂപം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശിരസിൻ്റെ ലക്ഷണം യഥാർത്ഥത്തിൽ മുഖലക്ഷണം എന്ന് പറയാം. ഒരു വട്ടമുഖമുള്ള വനിത, ഏകദേശം താമര ഇലയുടെ ആകൃതിയിൽ വരുന്ന വട്ടമുഖമുള്ള വനിത വളരെയധികം അറിവുള്ളവളും എന്നാൽ ഒട്ടും ദയയില്ലാത്തവളും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നീണ്ട മുഖമുള്ള ഒരാളാണെങ്കിൽ, ഒരു വനിതയാണെങ്കിൽ, സുഖ സൗകര്യങ്ങളിൽ ആസക്തിയും വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നവളും ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആലിലയുടെ ആകൃതിയിൽ മുഖമുള്ള വനിതകൾ വ്യഭിചാരിണി ആയിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ലക്ഷണയുക്തമായ മുഖം മുട്ടയുടെ ആകൃതിയിലുള്ളതാകുന്നു. മുട്ട എന്ന് പറയുമ്പോൾ കോഴിമുട്ടയുടെ ആകൃതിയിലുള്ളതാണ് ലക്ഷണയുക്തമായ മുഖം എന്ന് പറയുന്നത്. ഉത്കൃഷ്ടമായ കുടുംബത്തിൽ ജനിച്ചവൾക്കും അധികാര സ്ഥാനത്തിരിക്കുന്ന ഭർത്താവോട് കൂടിയവൾക്കും സമ്പത്തുള്ളവൾക്കും മാത്രമാണ് ഇത്തരത്തിൽ മുഖം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ലക്ഷണയുക്തമായ കോഴിമുട്ടയുടെ ആകൃതിയിൽ വരുന്ന മുഖം ഉണ്ടായിരിക്കുന്നത് ഒരു നോട്ടത്തിൽ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന മുക്കോണ ആകൃതിയിൽ തോന്നുന്ന ഒരു മുഖമാണെങ്കിൽ അത് അഹങ്കാരവും അധിക പ്രസംഗവും പറയുന്ന അല്ലെങ്കിൽ അധിക പ്രസംഗവും നിറഞ്ഞ ഒരു വനിതയുടേതായിരിക്കും. എന്നാൽ നീണ്ടതും പ്രസരിപ്പുള്ളതുമായ മുഖമുള്ള ഒരു വനിത വ്യഭിചാരിണിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചന്ദ്രബിംബം പോലെ പ്രകാശമുള്ള വട്ടമുഖമുള്ള വനിത ഭർത്താവിനെ വഞ്ചിക്കുന്നവളും പ്രതിഫലം കൊടുത്ത് പരപുരുഷനെ സ്വീകരിക്കുന്നവളും ആയിരിക്കും എന്നുള്ളതാണ്. വേറൊരു കാര്യം, കോഴിമുട്ടയുടെ ആകൃതി ഇരുണ്ട നിറവും ഉള്ള മുഖത്തോടു കൂടിയ ഒരു വനിത ദാനശീലയും കുട്ടികളോടും ബന്ധുക്കളോടുമൊക്കെ സ്നേഹമുള്ളവളൊക്കെ ആയിരിക്കും. എന്നാലും ഭർത്താവിനോട് മാത്രം എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും, കലഹപ്രിയയായിരിക്കും. ഇരുണ്ടതും പ്രസരിപ്പുള്ളതുമായ വട്ടമുഖമുള്ള വനിത അധികാരത്തോട് വളരെയധികം ഭ്രമമുള്ളവളും മറ്റ് സ്ത്രീകളെ അസൂയയോടെ നോക്കിക്കാണുന്നവളുമാണ്. വളരെ അസൂയയോടെ നോക്കിക്കാണുന്ന തരത്തിലുള്ളതും ആയിരിക്കും അങ്ങനെയുള്ള വനിത. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ മുഖത്തിൻ്റെ ഘടനയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ രീതിയിൽ വരുന്ന അവരുടെ ജീവിത രീതി അത് രീതിയിൽ വരുമെന്നുള്ളത്. ഇനി പറയുന്നത് പുരുഷന്മാരുടെ മുഖത്തിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വടിവൊത്ത മുഖമുള്ള പുരുഷൻ, കോഴിമുട്ടയുടെ ആകൃതിയിൽ വടിവൊത്ത മുഖമുള്ള പുരുഷൻ സുഖിമാനായിരിക്കുകയും സമ്പന്നനും ധർമ്മിഷ്ഠനും ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ കോഴിമുട്ടയുടെ ആകൃതിയിൽ തന്നെ മേൽഭാഗം അല്പം വീർത്ത് മുഖമുള്ളവൻ, മുകൾ ഭാഗം കുറച്ച് വലുതായിട്ടുള്ള മുഖം വരുന്നവൻ കണക്ക് ശാസ്ത്രജ്ഞനായിരിക്കും. കൂടാതെ തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കും. ഇത് നേരെ തിരിച്ചു വെച്ചാൽ, ഈ കോഴിമുട്ട നേരെ തിരിച്ച് താഴോട്ട് വെച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയുള്ള മുഖം വരുന്ന ആൾക്കാർ
അല്ലെങ്കിൽ കോഴിമുട്ടയുടെ ആകൃതി തിരിഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ താഴ്ഭാഗം വീർത്തിരിക്കുകയും ചെയ്യുന്ന വണ്ണം കുറഞ്ഞതുമായിരുന്നാൽ അങ്ങനെയുള്ള പുരുഷൻ ദരിദ്രനും എന്നാൽ സാധുശീലനും ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അരയാലിലയുടെ ആകൃതിയിൽ മുഖമുള്ള ഒരു പുരുഷനാണെങ്കിൽ കാര്യം കൂടാതെ സ്നേഹിതരെയൊക്കെ സംശയിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കൂടെയുള്ളവരെയൊക്കെ വളരെയധികം സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരാളായിരിക്കും. കൂടാതെ തന്നെ വിഡ്ഢിയുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. മുക്കോണ ആകൃതിയിൽ മുഖമുള്ള ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള പുരുഷനാണെങ്കിൽ ആള് വിദ്വാനായിരിക്കും എങ്കിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും. വട്ടമുഖം അധികാര ലക്ഷണവും അഹങ്കാര ലക്ഷണവുമാണ്. വട്ടമുഖമുള്ള പുരുഷൻ അധികാരത്തിൻ്റെ ലക്ഷണവും അതുപോലെ തന്നെയാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണവുമാണ്. എന്നാൽ ഇനി ചതുരാകൃതിയിൽ മുഖമുള്ള ഒരു പുരുഷനാണെങ്കിൽ വളരെ ദാരിദ്ര്യം മാത്രം ഉള്ള ഒരാളായിരിക്കും. ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അങ്ങനെയുള്ള ഒരാളിനുണ്ടാവുന്നത്. എന്നാൽ പരന്ന മുഖം സുഭിക്ഷതയുടെയും സുഖിമാൻ്റെയും ലക്ഷണമായിരിക്കും. പരന്ന മുഖമുള്ള ഒരാൾ. അതുപോലെ തന്നെ കൂർത്ത മുഖമുള്ളവൻ വളരെയധികം ഉപദ്രവകാരിയായിരിക്കും. കൂടാതെ ദരിദ്രനുമായിരിക്കും. ഇവിടെ ഉടലിൻ്റെ വലിപ്പത്തിന് അനുസരണമല്ലാത്ത വലിയ മുഖമുള്ളവൻ, അതായത് ഉടലിനേക്കാളും ശിരസ് അല്ലെങ്കിൽ മുഖം വലുതായിത്തിരുന്നാൽ അങ്ങനെയുള്ള ഒരാൾ വ്യഭിചാരകനായിരിക്കുകയും വിദ്വാനുമായിരിക്കുകയും ചെയ്യും. ഇവിടെ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ഈ മുഖം ചെറുതായിരുന്നാൽ, ശരീരത്തിനേക്കാളും ചെറുതായിരുന്നാൽ ഏറ്റവും കൂടുതലും വിശ്വാസ വഞ്ചകനായി ഭവിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതാണ് മുഖവുമായി ബന്ധപ്പെട്ട പുരുഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, പുരുഷൻ ശരീരത്തിന് വരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. 5 അടി 5 ഇഞ്ച് പൊക്കവും നെഞ്ചിൻ്റെയും വയറിൻ്റെയും മധ്യം 32 ഇഞ്ച് വണ്ണവും 16 ഇഞ്ച് നെഞ്ച് വിരിവും വളവുമില്ലാത്തതുമായ ശരീരമുള്ള പുരുഷൻ ഉത്തമനും ആരോഗ്യ ദൃഢഗാത്രനും ദയാലുവും ആയിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കൂടാതെ ഇവിടെ ഈ ശരീരത്തിൽ തലയുടെ പുറകു ഭാഗത്തു നിന്ന്, അതായത് തലയുടെ പുറകിൽ നിന്ന് നട്ടെല്ല് തുടങ്ങുന്നതിൻ്റെ ആ ഭാഗത്തു നിന്ന് അല്പം വളവുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ അധ്വാനശീലനും എന്നാൽ അഹങ്കാരിയുമായിരിക്കും. അങ്ങനെ പുറകോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ വിദ്യാഹീനനും ദരിദ്രനും ഭാരം ചുമന്ന് കഷ്ടത അനുഭവിക്കണവനും ആയിരിക്കും എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് ഇതിനകത്ത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.